ശ്രീ എസ് കുമാർ, ഈ ഒരു സമയത്ത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ പുതിയ കേസ് എടുത്തിരിക്കുകയാണ്. കാരണം നിലവിലുള്ള ഹർജിക്ക് പുറമെയാണ് പുതിയ കേസ് എടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ചില പേരുകൾ, കൽപേഷ് അടക്കമുള്ള പേരുകൾ, അത് സാങ്കല്പികമാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഈ അന്വേഷണം സുതാര്യമാണോ എന്നിങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ കേസ് വളരെയധികം ഡയമെൻഷൻ വർദ്ധിച്ചു വരികയാണെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം തുടക്കത്തില് ഒരു ചെറിയ വിഷയം, അതായത് നമുക്കറിയാം ഈ സെപ്റ്റംബർ മാസ തുടക്കത്തില് അവിടുന്ന് ദ്വാരപാലക വിഗ്രഹത്തിൽ പതിപ്പിച്ചിരുന്ന സ്വർണം കാണുന്നില്ല, അത് പുറത്തേക്ക് റിപ്പയറിങ്ങിന് കൊണ്ടുപോയി. അവിടുന്ന് അത് ചെറിയൊരു വിഷയം, അത് ചിലപ്പോൾ റിപ്പയറിങ്ങിനായിരിക്കാം, അത് പുറത്ത് എന്തിനുകൊണ്ട് കൊണ്ടുപോയി എന്നായിരുന്നു ഹൈക്കോടതി ചോദ്യം ചെയ്തെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ നമ്മൾ കാണുന്നത് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു മണിക്കൂർ കണക്കിന് തന്നെ പല പല പുതിയ വിവരങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കോടതി ഈ വിഷയത്തിലേക്ക് SIT രൂപീകരിച്ചു. അപ്പൊ അതിന്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ഇൻ ക്യാമറ ആയിരുന്നല്ലോ, പ്രൊസീഡിങ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടുത്തെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ നേരത്തെ എടുത്ത കേസ് കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്, ഇതിന്റെ ഒരു കോൺസ്പിറസി ഭാഗമുണ്ട്. ഈ കോൺസ്പിറസി ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഉന്നതരിലേക്കും, അതായത് മന്ത്രിമാരിലേക്ക് വരെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ചിലപ്പോൾ അതിന് പുറത്തേക്കും ചിലപ്പോൾ വിദേശത്തേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ ഒരു കോൺസ്പിറസി ശബരിമലയിൽ പണ്ട് മുതലേ ഉണ്ട്, അതിപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ വ്യാപകമായൊരു അന്വേഷണം ആവശ്യമുണ്ട്. പക്ഷേ ഇന്നിപ്പം കോടതിയുടെ എന്താണ് എടുത്ത കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. ഇപ്പോൾ ഈ ചാനലിൽ നിന്നുള്ള വിവരം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കൂടുതൽ അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഏത് ഉദ്ദേശത്തിലാണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഡയമെൻഷൻ കുറച്ചുകൂടെ കോടതിക്ക് ബോധ്യമായി. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് SIT സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് ഈ ചെറിയ വിഷയമല്ല, ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസുകൾ മതിയാവില്ല എന്ന് കണ്ടായിരിക്കണം. പക്ഷേ അവിടെ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനൊരു കാര്യം, വീണ്ടും നമ്മൾ തുടരെ നേരത്തെ മുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ട്, ഈ അന്വേഷണം CBIയിൽ എത്തിച്ചേ മതിയാവൂ. കാരണം ഈ SIT ആയാലും ശരി, കേരളത്തിന്റെ ഏത് പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന അന്വേഷണത്തിന് പല പ്രായോഗികമായ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗവൺമെന്റിലേക്കാണ്, ഇവരെല്ലാം ഹോം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്ററാണ്. അപ്പൊ ഇതുവരെ നടന്നിട്ടുള്ള പല കേസ് അന്വേഷണങ്ങൾ ഒക്കെ എന്തായിരുന്നു, അതിന്റെ അവസാനം എവിടെ എത്തി എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തില് മിനിമം CBI, ചിലപ്പോൾ ഇതിന്റെ കേസിന്റെ ഡയമെൻഷൻ എനിക്ക് തോന്നുന്നത് ചിലപ്പം EDയുടെ അന്വേഷണത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് കോടതി ഇപ്പൊ എന്താണെന്നുള്ളത് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ശരി, ഈ SITയുടെ അന്വേഷണം ഇപ്പോ പ്രാഥമിക ഘട്ടത്തിലാണ്. എന്തായാലും അതിന്റെ ഒരു ഗൗരവം തുടക്കത്തിൽ തന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് തന്നെ കോടതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ കരുതുന്ന പോലെ തന്നെ വളരെ വലിയൊരു ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഒരു CBI അന്വേഷണത്തിനും വേണ്ടി വന്നാൽ ചില കാര്യങ്ങൾ EDയുടെ വരെ അന്വേഷണം വരെ വേണ്ട ഒരു വിഷയമാണ്, അത്ര ഗൗരവമുള്ള വിഷയമാണെന്നിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് സമയം പോകുന്നതോറും നമ്മൾ വേറൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ തെളിവ് നശിപ്പിക്കാനുള്ള സമയം. ഇപ്പൊ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തൊക്കെ എത്രയോ വൈകി. വളരെയധികം അദ്ദേഹത്തിന് സഞ്ചരിക്കാനും പല സമയത്ത് ദേവസ്വം ബോർഡ് വരിക പോവുക ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കേസ് നമ്മൾ കേരള പോലീസ് ഒരു കേസ് കൊടുക്കുക, നമ്മൾ തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടു, DGPക്ക് ആവശ്യപ്പെട്ടു നമ്മൾ കേസ് എടുക്കണം. പക്ഷെ എന്നിട്ടൊന്നും എടുക്കാത്തൊരു വിഷയമാണെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ കേസ് ഈ കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് അന്വേഷിക്കുമ്പോൾ അത് എത്രത്തോളം ആകും എന്നുള്ള വളരെ സംശയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയും കൂടുതൽ തെളിവ് നശിപ്പിക്കാനും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പലരും ഇപ്പൊ നമുക്കറിയില്ല ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നവർ. അപ്പൊ അവര് പല കാര്യങ്ങളും ചിലപ്പോൾ ഏതൊക്കെ നമുക്കറിയാം, വിറ്റ്നസിനെ, സാക്ഷികളൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്നതൊക്കെ നമ്മൾ പല കേസിലും കാണുന്നുണ്ട്. അപ്പൊ അതിന് ഇനിയെങ്കിലും അവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് ഇത് CBIയും അതിന്റെ ഡയമെൻഷൻ നോക്കിയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഇപ്പൊ EDയുടെ അന്വേഷണത്തിന് വരെ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ CBIയുടെ തുടക്കം ഒരു അന്വേഷണത്തിൽ നിന്നെങ്കിൽ തുടക്കത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം. ഒരു സാക്ഷിക്കും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനോ ഇടയില്ലാത്ത അതിഭീകരമായ ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഏതൊക്കെ അന്വേഷണം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പോലീസ് നടത്തിയാലും അത് തൃപ്തരായില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് CBI അന്വേഷണം എത്തിക്കുക തന്നെ വേണം. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.